ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് നമ്മൾ ഖത്തറിലെ വലിയൊരു റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഖത്തറിലെ വാണിജ്യ നഗരമായ മെസൈദ് മുതൽ അൽക്കോർ വരെ നീണ്ടെടുക്കുന്ന 14 വരിയുള്ളൊരു റോഡാണ്. 7 വരി ഒരു സൈഡിക്കും 7 വരി ഒരു സൈഡിക്കും. അതിൽ 5 ലൈന് ചെറിയ വണ്ടികൾക്കും 2 ലൈന് വലിയ വാഹനങ്ങൾക്കും ഒരു സൈഡിലേക്ക്, അങ്ങനെ ഓപ്പോസിറ്റും. അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പോരായ്മകളൊക്കെ പറയുക. ഏതായാലും നമുക്ക് എന്നാ പോവാം. ഓക്കെ. അതിബൃഹത്തായ ഒരു റോഡാണ്. മരുഭൂമികളാണ് അധികവും ഈ റോഡ് കാണാൻ കഴിയുക. വലിയ വലിയ ട്രക്കുകൾ എങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ ഓയിൽഫീൽഡ് സപ്പോർട്ടിംഗ് ആയിട്ട് പോകുന്ന വാഹനങ്ങളാണ്. കണ്ടോ, വലിയ റോഡ് ആ സൈഡ് കാണാം. അതിലൂടെ ചെറിയ വാഹനങ്ങൾക്കാണ് അലോഡ്. പിന്നെ ഇത് വലിയ വാഹനങ്ങൾക്കുള്ള റോഡുകളാണ്. നമ്മളിങ്ങനെ ഓടി വരുമ്പോൾ ഈ റോഡിൽ ഏറ്റവും അധികം കാണാൻ കഴിയുന്നത് അണ്ടർപാസുകളാണ്. അത് ചിലതൊക്കെ ടണല് പോലെ വലുതായിരിക്കും. വലിയ റോഡുകൾ മുകളിലൂടെ പോകുമ്പോൾ താഴെ പോകുന്ന വാഹനങ്ങൾ ഒരു ട്രാഫിക്കും ഇല്ലാതെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിയ അണ്ടർപാസുകൾ കിലോമീറ്റർ ഉള്ളതാണ്. ഉണ്ടാവും. ഭയങ്കര ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ വലിയ റോഡിൽ നിന്ന് ഈ ചെറിയ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ അണ്ടർപാസുകൾ. അതും നൂതനമായ ഡിസൈനിലൊക്കെയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ കാണുന്ന റോഡ് ദുക്കാൻ ഹൈവേ എന്ന് പറയുന്ന റോഡാണ്. ദോഹ മുതൽ ദുക്കാൻ, ബഹ്റൈനോട് ചേർന്ന് കിടക്കുന്ന ഖത്തറിലെ ചെറിയൊരു പട്ടണമാണ് ദുക്കാൻ. ഖത്തറില് ആദ്യമായി പെട്രോൾ കണ്ടെത്തിയത് അവിടെ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ തണുപ്പ് കാലം കഴിഞ്ഞത് കൊണ്ട് കണ്ടോ, കുറച്ച് പച്ചപ്പൊക്കെ കാണാൻ കഴിയും. ഇതൊരു ബസ് സ്റ്റേഷൻ ആണ് കാണുന്നത്. ഇവിടത്തെ ഒരുപാട് ബസ്സുകളുണ്ട്. ഒരിക്കലും അവിടെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ റൂട്ടിൽ അധികം കാണുക ഇങ്ങനത്തെ വണ്ടികളാണ്. ഇത് കണ്ടോ, വലിയ മതിലുകൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ. ഖത്തറിൽ ചൂട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ്. 40 ഡിഗ്രിന്റെ അടുത്ത് ചൂടുണ്ട്. ഇത് കാണണോ, എത്ര ശാസ്ത്രീയപരമായിട്ടാണ് റോഡ് ഉണ്ടാക്കിയത്. കണ്ടോ, 2 ഭാഗത്തുനിന്നും ചെറിയ റോഡിലേക്കും വേറെ വഴികളിലേക്കും പോകുന്ന റോഡുകൾ അതിന്റെ നടുക്കൂടെ സുഗമമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ അണ്ടർപാസുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകും.
ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ മുന്നേ പോയ അതേ സ്ഥലമാണ്, ഒരേ ഡിസൈനിലാണ് എല്ലാ അണ്ടർപാസുകളും ഉണ്ടാക്കിയത്. അങ്ങ് ദൂരെ ആ കണ്ടെയ്നർ നിരത്തി വെച്ചതുപോലെ കാണുന്നത് ഖത്തറിൽ കൊറോണ വന്നപ്പോൾ ഇവിടെ ക്വാറന്റൈൻ ചെയ്ത സ്ഥലമാണ്. ഇപ്പൊ അതൊരു ക്യാമ്പായിട്ട് ഉപയോഗിക്കാന്നാ തോന്നുന്നത്. പിന്നെ അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ കാരക്കത്തോട്ടവും അതിനോടനുബന്ധിച്ച് വലിയ ബംഗ്ലാവുകളും ഒക്കെ കാണാൻ പറ്റും. ഖത്തറിലെ 11 കൊല്ലത്തെ എൻ്റെ അനുഭവം വെച്ചിട്ട് എൻ്റെ ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ വളരെ സെക്യൂരിറ്റി ഉള്ളൊരു രാജ്യമാണ്. നമുക്ക് വണ്ടി വെച്ച് എവിടെയും കടന്നുറങ്ങാൻ പറ്റും, യാതൊരു ശല്യങ്ങളും ഇല്ല. കുറച്ചുകൂടി മുമ്പോട്ട് വന്ന പിന്നെ കൃഷിസ്ഥലങ്ങളായി. സ്വതവേ ഖത്തർ അറിയപ്പെടുന്നത് മരങ്ങളില്ലാത്ത രാജ്യം എന്നാണെങ്കിലും ഒരുപാട് ഓർഗാനിക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പൊ ഒരുപാട് മരങ്ങൾ ഖത്തറിൽ കാണാൻ പറ്റും. ഈ യാത്രയിൽ അധികവും ഇങ്ങനെ തരിശായ മരുഭൂമി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചില പാമ്പുകളൊക്കെ കാണാം. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ റോഡ് രണ്ടായി തിരിയാണ്. വലത്തോട്ട് പോകുന്ന റോഡ് ഖത്തറിലെ രണ്ടാമത്തെ വലിയ സിറ്റിയായ അൽഖൂറിലേക്കാണ്. നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. റോഡ് സൈഡൊക്കെ ഇങ്ങനെ നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച് ഭംഗിയാക്കി. കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ റോഡ്. നമ്മൾ ഈ റോഡിന്റെ അറ്റം വരെ പോകുന്നില്ല. അതിന്റെ മുമ്പ് നമ്മൾ ദോഹ മുതൽ നോർത്ത് വരെ നീണ്ടു കിടക്കുന്ന ഒരു റോഡുണ്ട്, ഷമാൽ റോഡ്. അവിടെ ഇറങ്ങിയാണ്. പ്രൊവൈസ് എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണമുണ്ട്. ഇത് തുറമുഖ പട്ടണമാണ്.
ഇങ്ങനെ താഴോട്ട് നമ്മൾ ഇറങ്ങുകയാണ് ആ റോഡിലേക്ക്. മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ താഴെ ഭാഗത്ത് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം. ഇങ്ങനെ നമ്മൾ ഈ ഷമാൽ റോഡിലേക്ക് ഇറങ്ങി. ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.